പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് വോട്ടർമാർക്ക് ബി.ജെ.പി. പണം നൽകിയെന്ന ആരോപണം തള്ളി എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. തന്നെ വേട്ടയാടാനുള്ള ശ്രമമാണിതെന്നും കണ്ണാടിയിലെത്തിയത് ക്യാൻസർ രോഗിയെ കാണാനാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കാറിൽ ഒരു സംഘം തന്നെ പിന്തുടർന്നു. വിനേഷ് എന്നയാളാണ് കാർ ഓടിച്ചിരുന്നത്. ഒപ്പമുണ്ടായിരുന്നയാൾ സഭ്യമല്ലാത്ത രീതിയിൽ ആംഗ്യം കാണിച്ചു. അതാണ് താൻ ചോദ്യം ചെയ്തത്. പാലക്കാട് ബി.ജെ.പി. ജയിക്കും എന്ന് കണ്ട് നേരത്തെ തിരക്കഥ തയ്യാറാക്കി തന്നെ വേട്ടയാടുകയാണെന്നും ഈ ആരോപണങ്ങൾ ഉണ്ടായില്ല, വെടിയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ദൃശ്യങ്ങളുള്ള വെള്ള ചുരിദാറിട്ട സ്ത്രീയെ അറിയില്ല എന്നും കാറിനുള്ളിൽ ഉണ്ടായിരുന്നവർക്കെതിരെ പോലീസിലും പരാതി നൽകുമെന്നും അവർ വ്യക്തമാക്കി. ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്. കാറിലുള്ള വിനേഷ് സർഗ എന്നാണ് ഇവന്റെ പേര്. കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വിനേഷ് സർഗ. ഇത് ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വിനേഷിനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടി വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ ഫോളോ ചെയ്യാൻ, മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ആരാണ് വിട്ടത്? എന്താ മാധ്യമപ്രവർത്തകർ? ബി.ജെ.പിയുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് വിനേഷ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഈ സ്ത്രീ ആരാണ്? ഇല്ലല്ലോ, ഞാൻ പ്രബലത്തെ ആ സ്ത്രീ എന്തുകൊണ്ട് കാറിലാണെന്ന് ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവർ വന്നത്? ഇല്ല. പണം കൊടുത്ത് വോട്ടറെ സ്വാധീനിക്കാൻ ശ്രമിച്ച പാലക്കാട് നിയോജക മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ